ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഞങ്ങൾ നടക്കാൻ തുടങ്ങുവാണ്. ഇപ്പോൾ ഈവനിങ് വ്ളോഗ് ഞങ്ങൾ ഇന്നാൾ ഇട്ടായിരുന്നേ, അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ഉണ്ടായിട്ടുണ്ട് വ്ളോഗിടാൻ. പിന്നെ നടന്നൊന്നുമില്ല, വീണ്ടും നടക്കാമെന്ന് വെച്ചു. നല്ല നടക്കാൻ പറ്റിയ സ്ഥലമാണ്. നമ്മുടെ ഓൾറെഡി ഒരു വീഡിയോ ഉണ്ട്, ഈവനിങ് വ്ളോഗുണ്ട്, അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ കണ്ട എനിക്ക് നടക്കാൻ തന്നെ, എനിക്ക് അപ്പടി ഒരു കിതപ്പാണ്. അപ്പോൾ നടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് പെയിനായിരിക്കും, ഒരുപാട് നടക്കുന്നില്ല, കുറച്ച്. ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല, ഇതുണ്ടോ കാല് ചെരുപ്പൊന്നും ഇടാതെ. അപ്പോൾ നല്ല ഇതിലൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിശേഷങ്ങൾ നമുക്ക് നടക്കുമ്പോൾ കാണിക്കാം. നല്ല സൂപ്പർ ഡൂപ്പർ റോഡാണ്, കാണിക്കാം. ഓക്കെ, അപ്പോൾ പോകാം. എൻ്റെ കൂടെ ഇന്ന് രണ്ടാമത്തോ മാത്രമേ ഉള്ളേ, ഇപ്പം മാത്രമേ ഉള്ളൂ. കാണിക്കാം. ഇതേ ഇവരേ ഉള്ളൂ, മറ്റവനില്ല. മറ്റവന് തലവേദനയാണെന്ന് പറഞ്ഞു. അവൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ അവന് തലവേദന. ഇത് പെയിൻ്റ് അടിച്ചു. പിന്നെ ഇതേ ഇവിടെ ഞാൻ നല്ലൊരു വീട് കാണിച്ചു തരാവേ. പഴയ ഒരു തറവാടാണേ. പട്ടിക്കുട്ടന്മാർ നിൽക്കുന്നതാണ്. ഇവന്മാരൊക്കെ നമ്മുടെ കൂട്ടുകാരാണ് കേട്ടോ. അവിടെ വരുമൊക്കെ ചെയ്യും. എന്നാടാ, ആഹാ അവൻ ചാടുന്നു. ആണോ? ഇതാണ് ആ തറവാട്, കണ്ടോ. ഞങ്ങൾ ചില സമയത്ത് പൈപ്പ് വെള്ളമില്ല വരുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്നാണ് വെള്ളം കോരുന്നത്. പഴയ ഒരു തറവാട്, അതെല്ലാം ഇടിഞ്ഞു പൊളിച്ചു, കണ്ടോ. കാട് പിടിച്ച് കിടക്കും, കണ്ടോ. ഈ റോഡ് ഇത് കണ്ടോ, വേസ്റ്റൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ ഞങ്ങൾ നടക്കട്ടെ. എന്തായാലും നടക്കുന്ന വഴി നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. ഓക്കെ, കാണിക്കാവേ. എന്തിയാടാ? എന്തിയാടാ? ദാദാ ദാദാ കണ്ടോ, കൂട്ടിട്ടിരിക്കല്ലേ. അതെ, ഉണ്ടാ നല്ല രസമുണ്ട്, കണ്ടോ. മതിൽ നിറച്ചിട്ട് ഇങ്ങനെ ചെടികൾ കണ്ട. ഇനി ഞങ്ങൾ നടക്കാൻ പോകുന്ന റോഡായത്. ഞാൻ അന്നിത് ഷൂട്ട് ചെയ്ത് കാണിച്ചിരുന്നു. നല്ല 1ാം ക്ലാസ് റോഡാണ് ഇത്. ഇത്രയും ഭാഗമുള്ളൂ. ഇച്ചിരി നമുക്ക് വണ്ടി മറ്റേ ഫുട്പാത്ത് പോലെ നല്ല രസമാണ് കാണാൻ. എന്നെ അനുസരണയോട് കൂടിയാണ് പോകുന്നതെന്ന്. ഇത് ഈരക്കടവ് റോഡാണ്. ഇത് ഈരക്കടവ് പാലം. കണ്ട. അപ്പോൾ നമ്മുടെ റോഡ് സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, റോഡ് സൈഡിൽ കൂടെയുള്ള നടപ്പ് ഇവിടം കൊണ്ട് തീരുവാണ്. ഇനിയാണ് നമുക്ക് യഥാർത്ഥ വൈബ്. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുക, കണ്ടോ. ഒരുപാട് ആൾക്കാർ നടക്കാനുണ്ട്, കണ്ടോ, ഒരുപാട് ആൾക്കാർ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നടക്കുവാണ്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കാണും അല്ലേ. 1.5 മിച്ചമുണ്ട്. 2 കിലോമീറ്റർ അടുത്തുണ്ട് ഈ ഫുട്പാത്ത്, കണ്ടോ. ഇത് നമ്മുടെ ഈരക്കടവ് ബൈപ്പാസ് റോഡാണ്. ഒരുപാട് ആൾക്കാർ കണ്ടോ നടന്നു വരുന്നുണ്ടോ. അപ്പോൾ ഞാനും നടക്കാൻ പോവാണ്. ഇന്ന് മുതൽ നടപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട്. പിന്നെ ഇവിടെ ഈ കണ്ടോ കാറുകളൊക്കെ കിടക്കുന്നുണ്ട്. ഒരുപാട് കാറുകൾ കിടക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ നടക്കാൻ വേണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോകുന്നതാണ്. എന്നിട്ട് തിരിച്ചവർ നടന്നേച്ച് വന്നിട്ട് കാറൊക്കെ കയറി വീട്ടിൽ പോയി. ഇത്ര ദൂരെയുള്ളവരൊക്കെ ആയിരിക്കണം. ഞാൻ നടക്കുന്നതുകൊണ്ടാണ് വീഡിയോ ഷെയ്ക്കാകുന്നത് കേട്ടോ. ഒരുപാട് ആൾക്കാർ നടക്കാനുണ്ട്, കണ്ടോ. അങ്ങോട്ട് നടക്കുന്നവരും ഇങ്ങോട്ട് നടന്നു വരുന്നവരും അവിടെ നടന്നു വരുന്നവരും ഒക്കെ ഉണ്ട്. ഒരു വള്ളം കിടക്കുന്നു. ഇത് കംപ്ലീറ്റ് പാടാണ് കേട്ടോ. നല്ല രസമാണ്, നല്ല വൈബാണ്. ഉണ്ടോ. ഇവിടെ ഒരുപാട് ഈ ചെറിയ ചെറിയ കടകളുണ്ട്, കണ്ടോ. നടന്നേച്ച് പോകുന്നവരെ അങ്ങോട്ട് റോഡാണ്. നടന്നേച്ച് പോകുന്നവർ ചായ കുടിക്കാനും. നാളെ ഞാൻ ഈ ജ്യൂസ് കടയുടെ ഷൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ട. നല്ല രസമല്ലേ ഇവിടെയൊക്കെ കാണാൻ. നോക്കി ഷൂട്ടിംഗ് ഒക്കെ എടുക്കാൻ നല്ല, കണ്ടോ. നല്ല രസമാണെന്നറിയോ ഫോട്ടോയൊക്കെ എടുക്കാൻ. ഇതിപ്പോൾ സന്ധ്യയായി തുടങ്ങി. ആൾക്കാരൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്തെ വശവും ഇതുപോലെ തന്നെ കാടും. പിന്നെ അത് നല്ല വയലാണ്. അത് ഒരു രക്ഷയില്ല കേട്ടോ. നടന്നിട്ട് എനിക്ക് കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ വേദനയാണ്. നോക്കി ചിരിച്ചോണ്ട് പോകും.
വീഡിയോ എടുക്കുവാന്ന് മനസ്സിലായി കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പോൾ നടക്കട്ടെ കേട്ടോ. വീഡിയോ എടുത്താൽ നടക്കാൻ പറ്റത്തില്ല. ഇവിടെ ഈ റോഡായി. ഇനി ഈ റോഡ് തീർന്നു കേട്ടോ. ഞങ്ങൾ ഏകദേശം കവല എത്താറായി. ഇവിടെ എല്ലാം കണ്ടോ, കോഫി ബീൻ, അങ്ങനെ ഒരുപാട് കടകളാണ് ഇവിടെ. ഇത് അവിടെ ഒരു കട കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം ഞാൻ ഷൂട്ട് ചെയ്ത ഒരു പട്ടിക്കുഞ്ഞിൻ്റെ ഷൂട്ട് ചെയ്തിട്ടായിരുന്നു. അവിടെ ആ കട. അവനവിടെ ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാവേ കേട്ടോ. എടാ മോനെ, ഇവിടുന്നാണ് അന്ന് ആ രഞ്ജമ്മ ഒരു ഷൂട്ട് ചെയ്തില്ലേ? ആ അതെ, ആ അല്ല, അന്ന് നമ്മളെ ഞാനൊരു പട്ടി ഷൂട്ട് ചെയ്തിട്ടില്ലേ, ആ പട്ടിക്കുഞ്ഞിതാ ഇവിടെയായിരുന്നു. അന്ന് ഞങ്ങൾ ബൈക്കിലാണ് വന്നത്. കണ്ട, അടിപൊളിയായി കണ്ട. ഇനി ഒരു ദിവസമാട്ടെ നമുക്ക് ഇവിടെ കയറി ചായയോ ജ്യൂസൊക്കെ കുടിക്കുന്ന എടുക്കാം കേട്ടോ. ആൾക്കാരൊക്കെ കുറവാണ്, സന്ധ്യ ആകുന്നല്ലേ ഉള്ളൂ. ഇതാ ഇവിടെ ഇരുന്ന് കണ്ടോ, കഴിക്കാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ കവല എത്തി. ഇന്ന് ഞങ്ങൾ ഇവിടം വരെ നടക്കുന്നുള്ളൂ കേട്ടോ. എനിക്കിതേ നല്ലതായിട്ട് ഈ കാലിന് വേദനയുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ കടകളാണ്. മൊത്തം വേസ്റ്റാണ് അല്ലേടാ. ഇത് മെയിൻ റോഡിലോട്ട് പോകുന്നതാണ്ടോ. നല്ല രസമാണ് ഇവിടെ. ഈ വൈകുന്നേരം വന്നാൽ സൂപ്പർ ഡൂപ്പർ വൈബാണ്. ഇപ്പോൾ തിരിച്ചേ നമുക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഷൂട്ട് ചെയ്യാം അല്ലേ. ഞങ്ങൾ കവലയിൽ എത്തിച്ചേർന്നു. അയ്യോ, ഭയങ്കര ക്ഷീണം. ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടോ? എന്താ ജീവനുണ്ടോ? പിന്നെ അത് ചുമ്മാ വന്നിരിക്കുക. അതിന് ജീവനുണ്ട്. അതിനെ എങ്ങനെയാണോ വിളിക്കുന്നത്? താറാവിനെ എങ്ങനെയാണ്ടാന്ന് തോന്നുന്നു, അറിയില്ല. എന്താ അവിടെ ഒരു ആളങ്ങുന്നത്. അത് കണ്ടോ, വള്ളത്തെ കണ്ട, വള്ളത്തെ താറാവിനെയും കൊണ്ട് പോവുക കണ്ട. അപ്പം ഞങ്ങൾ ദേടാ നമ്മൾ തിരിച്ച് നടക്കും അല്ലേ. ഇതേ വേർത്ത് വിളിച്ചു കണ്ടോ. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് നടക്കുവാണ്. പോകുന്ന വഴിക്ക് ഇനി ഒരു ദിവസം നമുക്ക് ചായയൊക്കെ കുടിക്കുന്ന ഷൂട്ട് ചെയ്യാം അല്ലേ. നിങ്ങൾക്ക് ചായ വല്ലതും വേണോ? നടന്നതിൻ്റെ പവർ തീരും ചായ കുടിച്ചാൽ ചീത്തയാണ്. അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ്. പോകുന്ന വഴിക്ക് നല്ല വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എടുത്ത് കാണിക്കാം കേട്ടോ. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കണ്ട, നല്ല വൈബല്ലേ. ഇനി ഒരു ദിവസം നമുക്കിവിടെ ചായയോ ജ്യൂസൊക്കെ കുടിക്കാം. വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് കണ്ട. അപ്പം നമ്മളിനി നമ്മുടെ വീട്ടിലോട്ട് പോവാം. എടുത്തോ. ഓടി നനച്ചു. അവനങ്ങ് ഓടി. എന്താ കണ്ട, അവൻ ഓടിപ്പോയി കണ്ടോ. കാണാൻ മേല. ഈ സന്ധ്യയായി. നമ്മുടെ സന്ധ്യ വൈബും കൂടെ ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് കളിക്കും. ഇതാ കണ്ട, അടിപൊളി. അങ്ങോട്ട് നോക്കിയേ കണ്ട. വാവ്, ഇവിടെ എല്ലാം നിറച്ച് കാടുക. അപ്പം നമ്മൾ ഏകദേശം പകുതി വഴിയായിട്ടുള്ളൂ. ഇനിയുണ്ട് കേട്ടോ. ഇനി അങ്ങ് പോകാൻ കിടക്കുവാണ്. ഒരുപാട് നാൾ കൂടി നടക്കുന്നുണ്ട്. ഭയങ്കര അണപ്പാണ്. നമ്മുടെ പാടം ഉണ്ട്, എല്ലായിടത്തും ലൈറ്റൊക്കെ കത്തിച്ചു തുടങ്ങിയത്. അവിടെ റെയിൽവേ പാളമാണ്. അതിൽ പോകുമ്പോഴത്തേക്കിന് ട്രെയിൻ പോകുമ്പോൾ കാണാം. അത് റോഡും ഉണ്ട്, ട്രെയിൻ പാളം കൂടിയാണ്. അപ്പോൾ അതേ ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ട്. ആ അത് കിച്ചുവാ, എൻ്റെ മകനാ. ഓടുവാ ഉണ്ടോ. അവനെ എന്നെ നോക്കിക്കൊണ്ട് ഓടുന്നത്. നീ നേരെ നോക്കി ഓടിക്കോടാ, എന്നെ നോക്കണ്ടേ, വന്നോളാ. അടുത്ത പ്രോജക്റ്റ് എന്തോ ഇവിടെ വരുവാന്ന് തോന്നുന്നു കണ്ടോ. ഇവിടെ ആരാണ്ടതേ ഇതുണ്ടോ, തുളച്ചൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. എന്തോ പ്രോജക്റ്റ് വരാനാണ്. അപ്പുറത്ത് ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് അപ്പുറത്ത് എന്തോ കെട്ടിടം പണിയുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഏകദേശം മുക്കാലും എത്തി, വീടെടുക്കാറായി കണ്ട. കാറൊക്കെ പാർക്ക് ചെയ്ത ആൾക്കാർ കയറുന്നുണ്ട്. ഓക്കെ കണ്ട, ഒരുപാട് പേരുടെ വണ്ടി ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് കണ്ട.
വീട്ടായതുകൊണ്ട് കാണത്തില്ല, ആൾക്കാർ നടന്നേച്ച് കയറി പോകുന്ന രംഗമൊക്കെ ഉണ്ടാ. ഒന്നും കാണാൻ മേല ഇരുട്ടി. അപ്പോൾ അവൻ എക്സസൈസ് ചെയ്യുക കണ്ട. ഞങ്ങൾക്ക് എല്ലാവർക്കും തടിയുണ്ടെന്നേ, എന്നാ ചെയ്യാനാ, അത് പാരമ്പര്യമാണ്. എന്നാലും കുറയ്ക്കണം. ഞാനൊക്കെ നന്നായിട്ട് വണ്ണം വെച്ചു. അപ്പോൾ ദേ കണ്ട ആൾക്കാരൊക്കെ ദേ കാറൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കണ്ട. ദേ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. നടക്കാൻ പോകാനാ. ഞങ്ങളൊരു ശകലം ഇരുട്ടിയ വീട്ടിലോട്ട് ഇപ്പോൾ പോകുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ നമുക്കേ ഈ സമയത്ത് നടന്നു പോകുമ്പോൾ ഒന്നുകൂടെ ഒരു സുഖമാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീടിൻ്റെ അവിടെ ചെന്നിട്ട് കാണാം. ഇതവിടെ ചെന്ന് നമുക്ക് പാലമൊക്കെ ഒന്നുകൂടെ കാണാം. നല്ല സൈറ്റാണ് കേട്ടോ. മടുത്തെന്നല്ല, കുറേ നാൾ കൂടി നടന്നതിൻ്റെയാണ്. തുടയ്ക്കും രാത്രി ആയതുകൊണ്ടാണ് ഒരു ഇതില്ലാത്ത ക്ലാരിറ്റിയെ. ഇത് കാലിൻ്റെ അടിയില്ലേ, ഇത് ഇവിടെ രണ്ടും എനിക്ക് വേദനയാണ്. എന്നാന്നറിയാ, ചെരുപ്പിടാതെ നടന്നേ. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ശരീരത്തിനൊരു ഉന്മേഷമായി. ഇനി നടപ്പ് ഒരു കാരണവശാലും നമുക്ക് നിർത്തരുത് കേട്ടോ. വളരെ ഹെൽത്ത് ഇഷ്യൂസ് ആവും, ആരോഗ്യം വളരെ മോശമാവും. അപ്പോൾ അതൊക്കെ നടന്നാലോ മോനെ. ഇനിയിപ്പോൾ നമ്മുടെ വീടെത്താറായി. ഇതാ പാലമാണ്. അപ്പോൾ പണ്ടത്തെ ഒരു വീഡിയോ കണ്ടു കാണും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. വേർത്തിട്ട് എനിക്ക് ചൊറിയുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കൂടെ കാണാം. പിന്നെ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകണം. വീടെത്തുമ്പോൾ കാണാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ചെന്നിട്ടേ ശകല നേരം ഇരുന്നിട്ടേ കുളിക്കാനൊക്കെ പറ്റുള്ളൂ അല്ലേ. നല്ല പനി വരും. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഈച്ച എൻ്റെ തൊണ്ടയിൽ പോയടാ ഈച്ച. 1 2 ഹലോ ലിരി 3 ഹലോ അല്ലേ 4 പോട്ടെ 5 6 പോരട്ടെ ഒന്നും കൂടെ 7 ഒന്നും നല്ല വലിയ 8 പോരട്ടെ 2 കൂടെ പോട്ടെ 11 2 13 14 15 ഇവിടെ നൈറ്റ് കേട്ടോ. പാതിരാത്രിയിൽ എത്ര മണിയായി? 7 മണി കഴിഞ്ഞു. 7 9 ഓവർ സ്ട്രെയിൻ എടുക്കരുതെന്നല്ലേ പറഞ്ഞു. അതെ മതി പോയേക്കാം. ഓക്കെ. ശരി എന്നാൽ.